അപ്പോൾ ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ കമ്പനി അവിടെ ഒരവസ്ഥയാണ് ഇത്. ബാക്കിയുള്ള കമ്പനി ഒന്നും പറയുകയും വേണ്ട, ഇതിലും കഷ്ടമായിരിക്കും. റൂമും ആ ഒരു സെറ്റപ്പായിരിക്കും, ഫുഡും അതിന് തന്നെ. ഇവിടെ തന്നെ ഫുഡ്, രാവിലത്തെ ഫുഡ് ഒന്നും കൊള്ളത്തില്ല, ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇതാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്. അതുകൊണ്ടാണ് പറയുന്നത് നീ അവിടെ പോയാലും നിൽക്കത്തില്ല, എവിടെ പോയാലും അങ്ങനെയാണ് ഇങ്ങനെ. അങ്ങനെ പറയുന്നവരൊക്കെ ഇത് കാണട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമറ എടുക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ സ്പോട്ട് ടിക്കറ്റാണ്. നമ്മുടെ കണ്ട് ഇതിൻ്റെ ഇത് കണ്ട് ഇവിടെ ക്യാമറയുണ്ട്, ഇതിൻ്റെ അപ്പുറത്തോട്ടെല്ലാം ക്യാമറ, നമ്മളത് കാണാതാണ് എടുക്കുന്നത്. ഇങ്ങനെ ഇത്രയും ചുറ്റുള്ളത് ക്യാമ്പാണ്. ഇത് കണ്ടോ, പ്രയറിനുള്ള റൂം. അപ്പോൾ ഇത് അവർ തരുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. ഇതാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ്. ചൂടാണെങ്കിൽ എല്ലാത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇതാണ്. ഇനി ഇത് ആ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിൻ്റെ അക്കോമഡേഷൻ കണ്ടില്ലെന്നൊന്നും പറയത്തില്ലല്ലോ. ഇതാണ് ദേശം. ഇതേ എത്രയും ക്യാമ്പ് അടിച്ചേക്കാം. ഇവിടെ താപ്പോട്ട് ഇറങ്ങി 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 സ്റ്റെപ്പ് ഇറങ്ങി. എല്ലാവരും പറയും ഓയിൽ ആൻഡ് ഗ്യാസിൽ പോയിട്ട് നിൽക്കുന്നില്ല. എങ്ങനെ നിൽക്കാനാ? എന്നിട്ട് പറയും അവൻ എവിടെ പോയാലും നിൽക്കത്തില്ല. ഇതാ ഒരു സെറ്റപ്പ്. ഇതൊരു ഏകദേശം ഒരു 400 ഏക്കർ കാണും. വീഡിയോ അലോഡ് ഇല്ല കേട്ടോ, നമ്മൾ വലിയ പ്രയാസപ്പെട്ട് എടുക്കുന്നത്. 400 ഏക്കറിനകത്ത് ഇങ്ങനെ ക്യാമ്പ് അടിച്ചേക്കും. ഇങ്ങനെ ഇല്ല, ദൂരെ കാണുന്നതൊക്കെ സെക്യൂരിറ്റി ക്യാബിനുണ്ട്. ഈ കാണുന്നത് അതാണ് ഫുള്ള് ആദ്യം ഗേറ്റ്. ഇത്രയും കിലോമീറ്റർ ക്യാമ്പ് അടിച്ചേക്കുക. വെള്ളത്തിൻ്റെ ടാങ്ക്, ക്ലീനിങ്, ഇത്രയും അല്ല 18,000 പേര് താമസിക്കുന്ന ഒരു ഏരിയ. ഇവിടെ നമ്മൾ ക്യാമറ ഒന്നും അലോഡില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ആരും അറിയാതെ അങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. ഇവിടെ നിന്ന് ടൗണിൽ പോകണമെങ്കിൽ ഏകദേശം ഒരു 200 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കടയില്ല, ഒന്നുമില്ല. എന്നിട്ട് ഇവിടുന്ന് നടന്ന് ഈ ഭാഗത്ത് പോകണം. അവിടെ ഫുഡ് കഴിക്കണം. മിസ്സിനൊക്കെ സെപ്പറേറ്റ് പാസ്സാണ്. പിന്നെ ഈ ഓരോ ഗേറ്റ് കയറണമെങ്കിൽ സെക്യൂരിറ്റികളുണ്ട്, അതിന് സെപ്പറേറ്റ് പാസ്. ഫുഡ് കഴിക്കണമെങ്കിൽ സെപ്പറേറ്റ് പാസ്. ഇനി ജോലിക്ക് കയറണമെങ്കിൽ അവിടെയും വേറെ പാസ്. അവരിതെന്ത് ഫുഡ് വരുന്നോ അത് കഴിക്കണം, കഴിച്ചിട്ട് കിടന്നുറങ്ങണം. പിന്നെ ഇതിൻ്റെ അപ്പുറം സൈഡിലായിട്ട് വോളിബോളുണ്ട്, ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത്രയേ ഉള്ളൂ ആകപ്പാടെ. ഇതാണ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. ഇത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അവരെന്തോ ഫുഡ് തരുന്നോ അത് കഴിക്കണം, അത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങണം. സമയത്ത് ഇവിടെ നമ്മൾ ഈ കാണുന്നിടത്ത് വണ്ടി വരും, ഇതേ കയറി പോകണം, തിരിച്ചിവിടെ കൊണ്ട്. ഇത്രയേ ഉള്ളൂ ആകപ്പാടെ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ എല്ലാവരും പറയും അവിടെ സുഖമില്ല ഇവിടെ സുഖമില്ല. ഇതാണ് നോക്ക്, ഈ ഒരു 250 കിലോമീറ്ററോളം തന്നെ ഇങ്ങനെ കിടക്കും. ഇവിടെ ഒരു കടയോ ഒന്നുമില്ല. ചിലപ്പോൾ ആഴ്ച ഒരിക്കൽ ഈ ഒരു കമ്പനി ഇത്രയും വലിയൊരു കമ്പനി ആയതുകൊണ്ട് ആഴ്ച ഒരിക്കൽ നമ്മളെ പർച്ചേസിങ്ങിനൊക്കെ വെളിയിൽ